ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ട പരമ്പരയുടെ ഇന്നത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും ഇന്ന് നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷങ്ങളിലേക്ക് കടക്കാട്ടോ. അങ്ങനെ നമ്മുടെ അനു അടുക്കളയിൽ പോയി വേറെ ഇഡ്ഡലി എടുത്തുകൊണ്ട് വന്ന് അലോകിന് കൊടുക്കുകയാണ്. അപ്പം അലോക് വിരൽ വെച്ച് കുത്തി നോക്കിയിട്ട് പറയും, ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാ എന്ന് പറയാം. എന്നാ നീ ഇത് കഴിക്കുക എന്ന് അനു പറയാം. അയ്യോ, ഇത് തന്നെ ഞാൻ എങ്ങനെ കഴിക്കുക? ഈ പ്ലേറ്റ് ശരിയല്ല. ദേ, നീ പോയി ഈ പ്ലേറ്റ് മാറ്റിയെടുത്തിട്ട് വാ. ഈ പ്ലേറ്റിന് എന്താ കുഴപ്പം? ഈ പ്ലേറ്റിൽ ആ ഇഡ്ഡലി ഇട്ട് കഴിച്ചാൽ മതി നീ എന്ന് പറയും. അത് നീയാണോ തീരുമാനിക്കുന്നത്? ഈ പ്ലേറ്റ് ശരിയല്ല, എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല, നല്ല കുഴിവുള്ള പ്ലേറ്റ് എടുത്തിട്ട് വാ എന്ന് പറയും കേട്ടോ. അപ്പോൾ അനുവാണെങ്കിൽ ദേഷ്യം മനസ്സിൽ നന്നായിട്ട് വരുന്നുണ്ട്. എന്നിട്ടും കടിച്ച് പിടിച്ചുകൊണ്ട് അടുക്കളയിൽ പോയി വേറെ പ്ലേറ്റ് എടുത്തുകൊണ്ട് അലോകിന് കൊടുക്കും കേട്ടോ. ഇത് നല്ല പ്ലേറ്റാ, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു, എന്നാ നീ ഇനി ഇത് കഴിക്കുക. അല്ല, കറി വേണ്ടേ? കറി ഒഴിച്ച് തന്നെ എന്ന് പറയുമ്പം അടുത്തിരിക്കുന്ന ചട്നി എടുത്ത് ഇഡ്ഡലിയിലേക്ക് ഒഴിക്കാൻ തുടങ്ങും. അയ്യേ, ചട്നിയോ? എനിക്ക് ഇഡ്ഡലിയുടെ കൂടെ ചട്നി കഴിക്കാൻ ഇഷ്ടമല്ല. സാമ്പാർ ഉണ്ടാവും അടുക്കളയിൽ, നീ പോയി അത് എടുത്തിട്ട് വാ എന്ന് പറയേ. അപ്പോൾ അനു വീണ്ടും പോയി സാമ്പാർ അടുക്കളയിൽ നിന്ന് എടുത്തിട്ട് വരികയാണ് കേട്ടോ. ഇനി ഇതൊഴിച്ച് കഴിക്കാലോ എന്ന് ചോദിക്കുകയാണ്. അല്ലല്ല, വെള്ളം എടുത്തില്ലല്ലോ. എനിക്ക് ഇഡ്ഡലി കഴിക്കുമ്പോൾ വെള്ളം കുടിക്കണം ഇടയ്ക്കിടയ്ക്ക്, അല്ലെങ്കിൽ എൻ്റെ തൊണ്ടേ കുടുങ്ങും. നീ പോയി വെള്ളം എടുത്തിട്ട് വാ എന്ന് വീണ്ടും അനുവിനോട് ആജ്ഞാപിക്കുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ അനുവിന് നല്ല ദേഷ്യം വരിക. അനു പറയും, നീ എന്താ എന്നെ പരീക്ഷിക്കുകയാണോ എന്ന് ചോദിക്കുക. ഞാനെന്തിനാ നിന്നെ പരീക്ഷിക്കുന്നത്? ഇങ്ങനെയാ എനിക്ക് എൻ്റെ അമ്മ ഇവിടെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നത്, അത് ഞാൻ നിന്നോട് പറഞ്ഞതേ ഉള്ളൂ എന്ന് അപ്പം അലോക് പറയാൻ കേട്ടോ. അനുശ്രീക്ക് നല്ല ദേഷ്യം വന്നിട്ട് ഇരിക്കുന്നത്. അനുശ്രീയാണെങ്കിൽ ദേഷ്യത്തോടു കൂടി വീണ്ടും അടുക്കളയിലേക്ക് പോവാണേ. അവളുടെ പോക്ക് കാണുമ്പം അലോകിന് ചിരി വരിക. നിന്നെ ഞാനിട്ട് ശരിക്കും വട്ടം ചുറ്റിക്കോടി, ഇനി എന്ത് പറഞ്ഞവളെ ഓടിക്കും എന്നൊക്കെ മനസ്സിൽ അലോക് ചിന്തിക്കുകയാണേ. അനുവാണെങ്കിൽ അടുക്കളയിൽ പോയി ഒരു ഗ്ലാസ് വെള്ളം എടുത്തുകൊണ്ട് വന്ന് അലോകിന്റെ മുന്നിലേക്ക് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ സൗണ്ടോട് കൂടി ഗ്ലാസ് വെക്കുന്ന കേൾക്കുമ്പം അലോക് പറയും, എന്താടി നല്ല ദേഷ്യമുണ്ടെന്ന് തോന്നല്ലോ, കുറച്ച് തവണ അടുക്കളയിലേക്ക് പോയി വന്നപ്പോഴത്തേക്കും നീ അങ്ങ് ക്ഷീണിച്ചോ എന്ന് ചോദിക്കാം. നീ മര്യാദയ്ക്ക് സാമ്പാർ ഒഴിച്ചതാ, ഞാൻ കഴിച്ചു തുടങ്ങട്ടെ, എനിക്ക് നല്ല വിശപ്പുണ്ട് എന്ന് പറയണേ. അപ്പം അനുവാണെങ്കിൽ ആ സാമ്പാർ ഒഴിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും അലോക് മനഃപൂർവ്വം അനുവിൻ്റെ കയ്യിലൊന്ന് തട്ടും. അപ്പം അലോകിന്റെ മേത്ത് കുറച്ച് തെറിക്കും. കണ്ടോടി, നീ മനഃപൂർവ്വം ചെയ്തതല്ലേടി ഇത്, ഇത്രയും നേരം നിന്നെ ഞാനിട്ട് ടോർച്ചർ ചെയ്തതിന് പകരം വീട്ടിൽ ല്ലേ എന്റെ ദേഹത്ത് തന്നെ നീ സാമ്പാർ ഒഴിച്ചത് എന്ന് ചോദിക്കാൻ കേട്ടോ. എങ്കിൽ പിന്നെ നിനക്ക് എന്റെ തല വഴി അങ്ങ് ഒഴിച്ചാൽ പോരായിരുന്നോ? അപ്പം നിനക്ക് സന്തോഷം കിട്ടുമായിരുന്നല്ലോ എന്ന് ചോദിക്കുകയാണേ. അപ്പം അനുവിന് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അനുവാണെങ്കിൽ രാവിലെ അലോക് തന്റെ അച്ഛന്റെ മുന്നിൽ വെച്ച് അപമാനിച്ച കാര്യങ്ങളൊക്കെ മനസ്സിലേക്ക് കടന്നു വരികയാണേ. അത് മാത്രമല്ല, അവൻ പലപ്പോഴും തന്നോട് ചെയ്തിട്ടുള്ള എല്ലാ ദ്രോഹങ്ങളും അനുവിന്റെ മനസ്സിലേക്ക് ഓരോന്നായിട്ട് കടന്നു വരിക. കുട്ടികൾ നല്ല സ്വഭാവം കയറി ചെല്ലുന്ന വീട്ടിൽ കാണിക്കാത്തതിന് കാരണം അവരുടെ സ്വന്തം അച്ഛനും അമ്മമാരുമാ. അവർ നല്ലത് ചൊല്ലി പഠിപ്പിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ അലോക് പറഞ്ഞതും ഒക്കെ അനുവിൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ് കേട്ടോ. ആ ദേഷ്യം കൊണ്ട് അനു ആ സാമ്പാർ മുഴുവനും എടുത്ത് അലോകിൻ്റെ തല വഴി അങ്ങ് ഒഴിച്ചു കൊടുക്കുക. അലോക്, അയ്യോ എൻ്റെ പൊന്നോ, അയ്യോ എൻ്റെ കണ്ണ് നീർന്നേ, അയ്യോ എനിക്ക് പുകയുന്നേ, സാമ്പാർ നീർന്നേ, ഓടിവായോ, എന്നെ രക്ഷിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് അലറി വിളിച്ച് കരയുക. അലോകിൻ്റെ ഈ ശബ്ദം കേട്ടുകൊണ്ട് എല്ലാവരും അങ്ങോട്ട് വരിക കേട്ടോ. അയ്യോ, നീ ഇതെന്താ സാമ്പാർ പാത്രത്തിൽ തലയിട്ടോടാ എന്ന് അപ്പം വന്ന് രാജശ്രീ ചോദിക്കുക. അയ്യോ അമ്മേ, എനിക്ക് പോകഞ്ഞിട്ട് മേലേ, എന്നെ രക്ഷിക്കോ എന്നും പറഞ്ഞ് അലോക് വീണ്ടും കരയാണ് കേട്ടോ. അപ്പം അച്ഛനും ചോദിക്കും, എന്താ മോളെ, എന്താ സംഭവിച്ചത് എന്ന് അനുവിനോട് ചോദിക്കുക. അതെങ്ങനെയാ ഞാൻ പറയുക, എന്താ അനുശ്രീ, എന്താ ഉണ്ടായത് എന്ന് നന്ദിനി അപ്പം ചോദിക്കുകയാണ്. അത് പിന്നെ ഞാൻ അലോകിന് സാമ്പാർ വിളമ്പി കൊടുക്കാൻ തുടങ്ങായിരുന്നു, അവൻ എൻ്റെ കയ്യിൽ കയറി പിടിച്ചു, നിങ്ങളൊക്കെ നിൽക്കുമ്പം ബാക്കി എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് അനു പറയൂട്ടോ. നാണം അഭിനയിച്ചുകൊണ്ടാണ് അനു ഇതൊക്കെ പറയുന്നത്. അത് കേൾക്കുമ്പം നന്ദിനി പറയും, മോള് കഷ്ടപ്പെടണ്ട, ഞങ്ങൾക്ക് മനസ്സിലായി, രണ്ടുപേരും കൂടി റൊമാൻസ് ആയിരുന്നു അല്ലേ എന്ന് ചോദിക്കുകയാണെ. അപ്പം രാജശ്രീ നമ്മുടെ ഇന്ദ്രാമയൊക്കെ നാണിച്ച് തല താഴ്ത്ത് നിൽക്കുക. കേട്ടോ അച്യുതാ, ഞാനിവന് വിളമ്പി കൊടുക്കാന്ന് പറഞ്ഞിട്ട് പോലും ഇവ സമ്മതിച്ചില്ല, ഇവന്റെ ഭാര്യ വിളമ്പി കൊടുത്താലേ കഴിക്കാൻ പറ്റുള്ളെന്ന് എന്നോട് പറഞ്ഞത് എന്ന് നന്ദിനി പറയാ. ഇപ്പോഴത്തെ രീതികളാ ഇതൊക്കെ. ചില ഭാഗങ്ങളിലെ കല്യാണത്തിനൊക്കെ കണ്ടിട്ടില്ലേ, ചെറുക്കൻ്റെ മുഖത്ത് കരി പുരട്ടും, തലയിലൂടെ പാലഭിഷേകം നടത്തും. ഇത് സാമ്പാർ അഭിഷേകം നടത്തി അത്ര തന്നെ എന്ന് രാജശ്രീയും പറയൂ കേട്ടോ. ചെന്ന് പോയി കുളിക്കടാ എന്ന് അച്യുതൻ പറയും. കുളിക്കാൻ പോവാ എന്ന് പറഞ്ഞ് അലോകാണെങ്കിൽ മുന്നോട്ട് നടക്കുമ്പം അനുവിൻ്റെ മേത്ത് പോയി ഇടിക്കും. അനുവാണ് തള്ളി മാറ്റൂട്ടോ. അപ്പം തിരിഞ്ഞ് രാജശ്രീയുടെ മേത്തോട്ട് കയറും. എടാ, നീ ഇതെങ്ങോട്ടായി പോകുന്നത്, നേരെ പോടാ എന്ന് പറഞ്ഞ് വഴി കാണിച്ചു കൊടുക്കുകയാണേ. അലോക്, അയ്യോ എനിക്ക് വയ്യേ, എനിക്ക് പുകയുന്നേ എന്നും പറഞ്ഞ് കരഞ്ഞു കൂവിക്കൊണ്ടാ ഓടുന്നത്. അപ്പം അച്യുതന് ഇതൊക്കെ കാണുമ്പോഴാണെങ്കിൽ ഒരു സംശയം തോന്നുന്നുണ്ട്. എടാ, നിനക്ക് സാമ്പാർ തലയിൽ കൂടെ ഒഴിക്കണോ അല്ലേടാ? ഞാൻ ഒഴിച്ചു തന്നിട്ടുണ്ട്, സമാധാനത്തോടെ ഇനി നീ പോയി കിടന്ന് കുളിക്കടാ എന്ന് അനു മനസ്സിൽ പറയാണേ. ഇതേ സമയം നമ്മുടെ ബാലനാണെങ്കിൽ കടയിലിരിക്കുക. കടയിൽ ഇങ്ങനെ ആകെ സങ്കടം
സങ്കടപ്പെട്ടിരിക്കുന്നുണ്ട് കേട്ടോ. കൂടെ ധർമ്മനും ഉണ്ട്. ധർമ്മൻ ഓരോ സാധനങ്ങളൊക്കെ അവിടെ വന്ന ചേച്ചിക്ക് എടുത്തു കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് പൈസ ധർമ്മം മേടിക്കുക, എന്നിട്ട് ബാലൻ്റെ കയ്യിലേക്ക് കൊടുക്കും. ബാലൻ ഇതൊന്നും അറിയുന്ന പോലുമില്ല. അപ്പം ആ കടയിൽ മേടിക്കാൻ വന്ന ആള് പറയും, ഹോ പാവം ബാലേട്ടൻ ചങ്ക് തകർന്നിരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ എന്ന് ആ സ്ത്രീ ചോദിക്കാട്ടോ. അല്ല ഒന്ന് നിർത്തിക്കേ, നിങ്ങൾക്കിപ്പോൾ എന്താ വേണ്ടേ? ഞങ്ങളുടെ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലേ അത് പരിഹരിക്കാൻ ഞങ്ങൾക്കറിയാം എന്ന് ധർമ്മം പറയാം. നിങ്ങളുടെ ആരുടെ സഹതാപത്തിന്റെ കാര്യം ഞങ്ങൾക്കില്ല. എടാ ധർമ്മ, നീ എന്തിനാ ഇങ്ങനെ ചൂടാകുന്നേ? കാര്യം അറിഞ്ഞപ്പോൾ ഒന്ന് സമാധാനിപ്പിച്ചിത്ര തെറ്റായി പോയോ? സമാധാനിപ്പിക്കാൻ മാത്രമേ ഞങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ല. പിള്ളാരെ മര്യാദയ്ക്ക് വളർത്തണം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്ന് ആ സ്ത്രീ വീണ്ടും പറയാ. ദേ ഞങ്ങൾ എങ്ങനെയെങ്കിലും വളർത്തിക്കോളാം, നിങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞ സാധനങ്ങൾ കിട്ടിയില്ലേ, കാശും തന്നു, ഇനി പോകാൻ നോക്ക് എന്ന് ആ സ്ത്രീയോട് അപ്പം പറയാം. അപ്പം അവരോട് ഇതങ്ങ് പോവാണ് കേട്ടോ. ധർമ്മൻ അങ്ങ് സങ്കടവും ദേഷ്യവും ഒക്കെ വരിക. ധർമ്മൻ ബാലൻ്റെ അടുത്തേക്ക് ഇരിക്കുക. നമ്മൾ അവളോട് എന്ത് തെറ്റാ അളിയാ ചെയ്തത്? എൻ്റെ അളിയനെ എല്ലാവരുടെ മുന്നിൽ നാണം കെടുത്തി കളഞ്ഞില്ലേ എന്ന് പറയാ. നിർത്തടാ, നീ എന്തിനാടെ സങ്കടപ്പെടുന്നത്? നിന്റെ ആരെങ്കിലും ചത്തോ എന്ന് ബാലൻ ചോദിക്കുക. എനിക്ക് ഒരു സങ്കടവും ഇല്ല, നിങ്ങളെല്ലാവരോട് പറഞ്ഞ് എനിക്ക് സങ്കടം ഉണ്ടാക്കാതിരുന്നാൽ മതി. കൃഷ്ണമംഗലത്തുകാരോട് ഒപ്പം ചേർന്ന് അവൾ എന്നെ തോൽപ്പിച്ചു. ഈ ബാലൻ തോൽറ്റു കൊടുക്കുന്നവനല്ല. ഇപ്പം നശിപ്പിച്ചത് ആരുടെ ഭാവിയാ? അവൾ സ്വയം അവളുടെ ഭാവി തന്നെ നശിപ്പിച്ചു, അത്ര തന്നെ. IAS ആകേണ്ട പെണ്ണാ. നശിച്ചില്ലേ അവളുടെ ഭാവി ജീവിതവും എല്ലാം. ഇനി ആ കൃഷ്ണമംഗലത്തെ അടുക്കള കിടന്ന് അവൾ കഷ്ടപ്പെടട്ടെ, നശിക്കട്ടെ, എനിക്കെന്താ? അവൾ എന്തേലും ചെയ്യട്ടെ. അവൾ ഇപ്പം എൻ്റെ മനസ്സിൽ പോലും ഇല്ല. അവളുടെ മുഖം പോലും എൻ്റെ മനസ്സിൽ നിന്ന് ഞാൻ മായ്ച്ചു കളഞ്ഞു. അളിയ, നമ്മുടെ അനുമോളെ നമുക്കങ്ങനെ മറക്കാൻ പറ്റുമോ അളിയ എന്ന് അപ്പം ധർമ്മൻ ചോദിക്കും. മറക്കുക തന്നെ ചെയ്യണോടാ. എനിക്കിനി അങ്ങനൊരു മകളില്ല. ഞാൻ ചത്താൽ എൻ്റെ ശവം പോലും അവളെ കാണിക്കരുത്. അളിയൻ എന്തൊക്കെയായി പറയുന്നേ? ദാ ഹോട്ടലിലേക്കുള്ള പച്ചക്കറികളുടെ ലിസ്റ്റാ, നീ ഇത് കൊണ്ടേ കൊടുത്തേ എന്ന് ധർമ്മനോട് പറയാൻ കേട്ടോ. നിന്നോടാ പറഞ്ഞത് കൊണ്ടേ കൊടുക്കാൻ. എന്താടാ നോക്കി നിൽക്കുന്നേ? ഇനി എന്താ, ഞാൻ അതിനും പോണോ? വേണ്ട, ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞ് ആ ലിസ്റ്റ് മേടിച്ചുകൊണ്ട് ധർമ്മൻ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. ബാലനാണ് വീണ്ടും തലയ്ക്ക് കൈയും കൊടുത്ത് അവിടെ ഇരിക്കുവാണ്. ഇതേ സമയം അനുശ്രീ ആണെങ്കിൽ റൂമിലേക്ക് കയറി ചെല്ലുക. അലോകാണെങ്കിൽ കേട്ടോ. ഹോ, സാമ്പാറിന് ഇത്രയ്ക്ക് എരിവുണ്ടോ? കഴിക്കുമ്പോൾ ഇത്രയ്ക്ക് എരിവ് അറിയാൻ പാടില്ലല്ലോ. എൻ്റെ കണ്ണെല്ലാം പുകഞ്ഞ് നാശമായെന്നാ തോന്നുന്നത്. എൻ്റെ ഈശ്വരാ, ഷവറിൻ്റെ അടിയിൽ തന്നെ നിൽക്കാം, അതാ നല്ലത്, അല്ലെ എൻ്റെ കാര്യം പോക്ക എന്ന് പറയേ. അപ്പം അനു വാതിലിൽ മുട്ടൂട്ടോ. അപ്പം അലോക് വാതിൽ തുറക്കും. എന്തുവാടി എന്ന് ചോദിക്കുക. നല്ല പിരിയമുളകിട്ട സാമ്പാറാ, അടിമുടി എരിഞ്ഞു കാണുമല്ലേ എന്ന് ചോദിക്കുക. എടി, ഞാൻ അടിമുടി ചുട്ടുപഴുത്ത് നിൽക്കുക എന്ന് അലോക് പറയും. എന്നെ വേദനിപ്പിച്ച് എൻ്റെ അച്ഛൻ്റെ മനസ്സിൽ തീ കോരിയിടാനല്ലേ നീ നോക്കിയത്? എന്നോട് എന്തെങ്കിലും ചെയ്യുന്നതിന് മുന്നേ 2 വട്ടം നീ ചിന്തിക്കണം. അതിന് ഞാൻ നിനക്ക് തന്ന മറുപടിയാ ഇത്. എങ്ങനെയുണ്ട് ഈ പണി? കൊള്ളാവോ? ഡീ മിണ്ടരുത്, നീ അടങ്ങി ഒതുങ്ങി ഇരുന്നോണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അച്ഛനെയോ എൻ്റെ ഏട്ടന്മാരെയോ എൻ്റെ വീട്ടുകാരെയോ ഒക്കെ വേദനിപ്പിക്കണമെന്ന് എപ്പോഴൊക്കെ നിനക്ക് തോന്നുന്നോ അപ്പോഴൊക്കെ ഈ കിട്ടിയ പണി നീ ഓർമ്മയിൽ വെച്ചേക്കണം, മനസ്സിലായോടാ എന്ന് ചോദിക്കുക. എടി നിന്നെ ഞാൻ എന്ന് പറയേ. അപ്പോഴത്തേക്കും അനു പെട്ടെന്ന് ബാത്റൂമിൻ്റെ വാതിലങ്ങ് അടയ്ക്കും. അവിടെ ഇരുന്ന അലോകിൻ്റെ വിരല് വാതിൽ അതിനിടയിൽ പിടിട്ടോ. അയ്യോ എൻ്റെ വിരളേ, ഇവളെന്നെ കൊല്ലും എന്ന് പറഞ്ഞ് ഒരു വിധത്തിൽ വിരലെടുക്കുമോ. ഹോ, ഇവളെന്തൊരു ദുഷ്ടിയാ, എന്നെ ഇവള് ഇഞ്ചിഞ്ചായിട്ട് കൊന്നുകൊണ്ടിരിക്കുവാണല്ലോ. എത്ര പാവം പിടിച്ചവളായിരുന്നു. ഹോ എൻ്റെ പൊന്നോ, എനിക്ക് വയ്യ, എൻ്റെ വിരൽ ഒടിഞ്ഞെന്നാ തോന്നുന്നേ. പുകയുകയും ചെയ്യുന്നു, വിരളും ഒടിഞ്ഞു, കണ്ണും നീർന്നു എന്നും പറഞ്ഞ് അലോകാണെങ്കിൽ ആകെ കഷ്ടപ്പെട്ട് വേദന സഹിച്ചു നിൽക്കുക. കൊല്ലൂടെ നിന്നെ ഞാൻ, എന്നെ വേദനിപ്പിച്ച് നിന്നെ ഞാൻ സമാധാനത്തോടെ കൃഷ്ണമംഗലത്ത് നിർത്തിലടി, നിനക്കുള്ള പണികൾ പുറകെ വരുന്നുണ്ടടി എന്ന് പറയാൻ കേട്ടോ. ഇതേ സമയം നമ്മുടെ അച്യുതനാണെങ്കിൽ റൂമിലെ ആകെ ചിന്തിച്ചിങ്ങനെ ഇരിക്കുക. അപ്പം രാജശ്രീ അങ്ങോട്ട് കയറി വരും കേട്ടോ. ഹോ എൻ്റെ അച്ചുവേട്ടാ, ഇപ്പോഴത്തെ പിള്ളേർക്ക് ഒരു നാണവും ഇല്ലെന്നേ. വീട്ടുകാരുണ്ട്, അവരെന്ത് വിചാരിക്കും, അങ്ങനെയുള്ള ഒരു ചിന്തയില്ലെന്നേ. സാമ്പാർ എടുത്ത് തലയിൽ തട്ടുക, മുറിയിൽ ഒച്ചപ്പാടും ബഹളവും ഒക്കെ ഉണ്ടാക്കുക. കുറച്ചധികം ആകുന്നുണ്ട് അവർ 2 പേരും എന്ന് പറയാം. അച്ചുവേട്ടൻ എന്താ ഈ ചിന്തിക്കുന്നത്? അച്ചുവേട്ടൻ എന്താ ഈ ആലോചിച്ച് കൂട്ടുന്നത് എന്ന് രാജശ്രീ ചോദിക്കുക. രാജശ്രീ, എന്താ ഏട്ടാ, ഇനി എത്ര തന്നെ പ്രേമം തലയ്ക്ക് പിടിച്ചാലും ആരെങ്കിലും സാമ്പാർ എടുത്ത് ദേഹത്തോട് ഒഴിക്കുമോ എന്ന് ചോദിക്കുക. അല്ല, ഹണിമൂൺ കാലമല്ലേ, എന്തു മൂണ് എന്ന് അപ്പം അച്യുതൻ പറയാം. മൂണ് സണ്ണൊന്നും അല്ല എടി, ഇതേ അവർ തമ്മിൽ വഴക്കൂടുകയാണോ എന്നാ എനിക്ക് സംശയം. എന്നിട്ട് നമ്മുടെ മുന്നിൽ ഓരോ കഥകൾ പറഞ്ഞുണ്ടാക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത്. അച്ചുവേട്ടൻ എന്താ ഈ പറയുന്നേ? വഴക്കോ? അയ്യോ എൻ്റെ അച്ചുവേട്ടാ, അവർ തമ്മിൽ ഈച്ചയും ചക്കരയാ. ഇത് പ്രേമം മൂത്തിട്ടുള്ള കോപ്രായങ്ങൾ തന്നെയാ, ഇതിൽ സംശയിക്കേണ്ട ഒരു കാര്യമില്ല എന്ന് പറയാം.
ഓർമ്മയില്ലേ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് നമ്മൾ എന്തൊക്കെയാ കാട്ടിക്കൂട്ടിയതെന്ന് എന്ന് രാജശ്രീ ചോദിക്കുക. അന്ന് നീ എൻ്റെ തലയിൽ സാമ്പാർ ഒഴിച്ചോ രാജശ്രീ എന്ന് ചോദിക്കുക. അന്ന് കാലം ഇത്രയും പുരോഗമിച്ചിട്ടില്ലല്ലോ. ഏട്ടൻ വെറുതെ ഓരോന്ന് ഊഹിച്ച് ഇപ്പോഴത്തെ സന്തോഷം ഇല്ലാതാക്കല്ലേ എൻ്റെ അച്ചുവേട്ടാ. ദേ അനുശ്രീ വന്നോടെ ഇവിടെ ആകെ ഒരു ഉത്സാഹം വന്നതുപോലെ ഉണ്ട്. ഒരു ഒച്ച അനക്കം ഒക്കെയായി വീടിന്. നമ്മൾ ഉദ്ദേശിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കും അച്ചുവേട്ടാ എന്ന് രാജശ്രീ വീണ്ടും പറയാം. അനുശ്രീയിൽ കൂടി ഗോമതിയെ നമ്മുടെ ഭാഗത്തേക്ക് കൊണ്ടുവരണം. അത് ക്രമേണ വിൽപത്രത്തിന്റെ കാര്യം നമുക്ക് അനുകൂലമായി തന്നെ മാറ്റിയെടുക്കാം. അച്ചുവേട്ട സമാധാനപ്പെട്, എല്ലാത്തിനും ഒരു സാവകാശം കൊടുക്കാം. വന്ന് കിടന്നേ. ഇങ്ങനെ ഓരോന്ന് കാട് കയറി ചിന്തിച്ച് നമ്മുടെ സന്തോഷം എന്തിനാ നമ്മൾ കളയുന്ന എൻ്റെ അച്ചുവേട്ടാ. വന്ന് കിടക്കെൻ്റെ അച്ചുവേട്ടാ എന്ന് രാജശ്രീ വീണ്ടും വിളിക്കുക. ഞാനും അടുക്കളയിൽ പോയി സാമ്പാർ എടുത്തിട്ട് വരുവേ. നമുക്കും അത്ര പ്രായമൊന്നും ആയിട്ടില്ല. ഒന്ന് പോടി, നമ്മളല്ലെങ്കിലും ചെറുപ്പക്കാരാണെന്നേ എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് അച്യുതനപ്പം രാജശ്രീയോട് പറയാൻ കേട്ടോ. അങ്ങനെ അവർ രണ്ടുപേരും കിടന്നുറങ്ങാം. അതേസമയം രാവിലെ തന്നെ അച്യുതനും അലോകം കൂടി ഇരുന്ന് കുറച്ച് കാശ് എണ്ണി തിട്ടപ്പെടുത്താണ് കേട്ടോ. അച്ഛ 40 ബ്ലാക്കും ബാക്കി 60 വൈറ്റും അങ്ങനെയല്ലേ അവർക്ക് കൊടുക്കേണ്ടത്? അതെ 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 അങ്ങനെ തന്നെ കൊടുക്കേണ്ടത്. പാർട്ടി മില്ലിൽ വരും. അവരെത്തുമ്പം ഏട്ടൻ വിളിക്കും. അപ്പോഴേക്കും നമ്മൾ പണം എത്തിച്ചാൽ മതി. നീ കൃത്യമായിട്ട് എണ്ണി തിട്ടപ്പെടുത്തി വെക്കുക കേട്ടോ എന്ന് അലോകനോട് അച്യുതൻ പറയണേ. പെട്ടെന്നാണ് സുകന്യ അങ്ങോട്ട് കയറി വരുന്നത്. കാശ് എണ്ണെന്ന് കാണുന്ന സുകന്യ ഓടി വരും. അയ്യോ എൻ്റെ ഈശ്വര, എന്തുമാത്രം പൈസയാ! നീ ഒന്ന് അകത്തുപോയ സുകന്യ എന്ന് പറയാം. ഞാനിത് തട്ടിപ്പറിച്ചെടുക്കൊന്നുമില്ല, അച്ചുവേട്ടൻ പേടിക്കണ്ട. കണ്ടപ്പോൾ ഒന്ന് കണ്ണു മങ്ങിപ്പോയി. ഇതൊരു പ്രോപ്പർട്ടി മേടിക്കാനുള്ള കാശാ ആൻറ്റി എന്ന് പറയൂട്ടോ. അല്ല, വസ്തുവൊക്കെ വാങ്ങുമ്പം ചെക്കായിട്ടല്ലേ കൊടുക്കണ്ടേ എന്ന് പറഞ്ഞ് അതിൽ നിന്നൊരു കെട്ട് സുകന്യ എടുക്കാണ് കേട്ടോ. അപ്പോൾ അച്യുതൻ തഞ്ചത്തിൽ അത് തിരിച്ചു മേടിക്കാം. അല്ല, ഇങ്ങനെ നോട്ടായിട്ടൊക്കെ കാശ് കൊടുക്കുമോ? എൻ്റെ പൊന്നു സുകന്യെ, നീ വിളിച്ചു കൂവാതെ. ഇതൊക്കെ കുറച്ച് കണക്കിൽപ്പെടാത്ത പണമാ എന്ന് പറയാം. അപ്പം അനുശ്രീ അങ്ങോട്ട് വരികയാണ് കേട്ടോ. ഇതും കേട്ടുകൊണ്ട് പയ്യെ മാറി നിൽക്കുക. അയ്യോ, കണക്കിൽപ്പെടാത്തത് ഇത്രേ ഉണ്ടെങ്കിൽ അപ്പോൾ കണക്കിൽപ്പെട്ടത് എന്തുമാത്രം കാണും എന്ന് സുകന്യ പറയാം. നിങ്ങളുടെയൊക്കെ ഒരു ഭാഗ്യം. എൻ്റെ ചേച്ചി ചെല്ല്, ഞങ്ങൾ ഈ കാശൊന്ന് കൃത്യമായിട്ട് കൂട്ടിയെടുക്കട്ടെ എന്ന് അലോക് പറയാം. ഞാൻ മാറിത്തരാം. ഇവിടെ നിന്നാലേ ഞാൻ ചിലപ്പോൾ കണ്ണ് വെച്ച് പോകും എന്ന് പറഞ്ഞ് സുകന്യ അവിടെ നിന്ന് പോവാണ് കേട്ടോ. അപ്പം അനുശ്രീ ഇതെല്ലാം മാറി നിന്ന് കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യാണ്. അപ്പം കണക്കിൽപ്പെടാത്ത കാശാണിത് എന്ന് അനു മനസ്സിൽ ചിന്തിക്കുകയാണ്. ഇവർക്കിട്ടൊരു പണി കൊടുക്കണം. എൻ്റെ കുടുംബത്തിലുള്ളവരെ എന്തുമാത്രം വേദനിപ്പിച്ചതാ. ഇതേ സമയം നമ്മുടെ സുകന്യ നേരെ ദേവമംഗലത്തേക്ക് തിരിച്ചു ചെല്ലുക. അപ്പം ധർമ്മൻ ഹാളിൽ തന്നെ ഇരിപ്പുണ്ട് കേട്ടോ. നീ ഇതെവിടെ പോയതാ എന്ന് ചോദിക്കുക. ഇവിടെ നോക്കിയിട്ട് കണ്ടില്ലല്ലോ. എപ്പോഴും എന്തിനാ ഇവിടെ തന്നെ ഇരിക്കുന്നേ? ഇവിടെ ആകെ ഒരു നെഗറ്റീവ് വൈബാ. എന്താ പറഞ്ഞേ? ഈ വീട് ഇവിടെ ഇരിക്കാനേ എനിക്കിവിടെ തീരെ ഇഷ്ടമല്ലെന്ന്. അതുകൊണ്ടല്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് കൃഷ്ണമംഗലത്തേക്ക് പോണേ. നീ എന്തിനാ ഇടയ്ക്കിടയ്ക്ക് ആക്കുന്നേ? സ്ഥിരമായിട്ട് നീ കൃഷ്ണമംഗലത്ത് തന്നെ താമസിച്ചോ. എൻ്റെ പൊന്നു ധർമ്മേട്ട, നമ്മൾ എന്തിനാ ഇവിടെ കഴിയുന്നേ? ഇവിടെ ജീവിച്ച നശിച്ചു പോവുകയുള്ളൂ എന്ന് സുകന്യ പറയാണ് കേട്ടോ. ദേവിക്ക് അവളുടെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടില്ലേ? അനുശ്രീയുടെ കല്യാണം മുടങ്ങിയില്ലേ? ഇവിടെ മുഴുവനും നെഗറ്റീവാ. എന്തോ ഒരു ശാപം ഈ കുടുംബത്തെ ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് പോകാം. ആ ശാപത്തിൽപ്പെട്ട് നമ്മളും നശിക്കണോ എന്ന് സുകന്യ ചോദിക്കാം. ധർമ്മേട്ടനൊരു കാര്യം അറിയാവോ? ആ കൃഷ്ണമംഗലത്തുകാരുടെ കയ്യിലെ കെട്ടുകണക്കിന് കാശാ. കുറേ ലക്ഷങ്ങൾ വരും. ഇന്ന് ഞാൻ കുറേ കണ്ടതാ. അങ്ങോട്ട് താമസം മാറാൻ ധർമ്മേട്ട സമ്മതിച്ചാലേ നമ്മുടെ ജീവിതം ഒന്ന് പച്ച പിടിക്കും. അല്ലെങ്കിൽ ഈ ശാപത്തിൽപ്പെട്ട് നമ്മളും അങ്ങ് എരിഞ്ഞു തീരും. അവളുടെ അമ്മുമ്മയുടെ ഒരു ശാപം എന്ന് ധർമ്മം പറയും. ഈ കുടുംബത്തിന് ഒരു ശാപവും ഇല്ല. നീ ആയിട്ട് ഇനി ഉണ്ടാക്കാതിരുന്നാൽ മതി. മനസ്സറിഞ്ഞേ ആർക്കും ഒരു ദ്രോഹം ഞങ്ങളാരും ചെയ്തിട്ടുമില്ല. ശാപം പോലും അവൾ ഓരോ കണ്ടുപിടുത്തമായിട്ട് വന്നേക്കുന്നു. ഈ കുടുംബത്തെ പറ്റി ഇമ്മാതിരി വർത്താനം പറഞ്ഞുകൊണ്ട് വന്നാ നിന്റെ ചെപ്പ അടിച്ചു തിരിക്കും ഞാൻ, മനസ്സിലായോടി എന്ന് ചോദിക്കാണ് കേട്ടോ. അപ്പൊ ഗോമതി അങ്ങോട്ട് വരിക. ധർമ്മ, കൈ താഴ്ത്തടാ, നീ എന്താ ഈ കാണിക്കുന്നത്? അവളെ അടിക്കാൻ തുടങ്ങുന്നോ എന്ന് ചോദിക്കാണ് കേട്ടോ. ഇവിടെ ഉള്ളവർക്കൊക്കെ ഇത് എന്തു പറ്റി? നീ എന്തിനാ സുകന്യെ തന്നെ കൈ ഓങ്ങിയത് എന്ന് ഗോമതി ചോദിക്കൂ കേട്ടോ. എൻ്റെ ചേച്ചി, ഇവള് പറഞ്ഞത് ചേച്ചി കേട്ടില്ലല്ലോ. കേട്ടിരുന്നെങ്കിൽ ചേച്ചി ഇവളെ തല്ലിയേനെ എന്ന് പറയാം. ഞാൻ എല്ലാം കേട്ടു എന്ന് ഗോമതി പറയാം. സുകന്യ പറഞ്ഞതിൽ എന്താ തെറ്റ്? ഈ കുടുംബത്തിൽ എന്തോ ശാപമുണ്ട്. അത് സത്യമാ, എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കോ? ആ ശാപത്തിൽ വീണ് നിങ്ങളും കൂടി നശിച്ചു പോകരുത്. ഞങ്ങളോ പെട്ടു. നിങ്ങളെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്ക് എന്ന് ഗോമതി പറയാൻ കേട്ടോ. അപ്പൊ ധർമ്മൻ ഗോമതിയുടെ അടുത്തേക്ക് ചെല്ലുക. ചേച്ചി എന്താ പറഞ്ഞേ? പോയി രക്ഷപ്പെടാൻ.
സ്വന്തം കാര്യം നോക്കി പോകുന്ന ഒരുത്തനായിട്ടാണോ ചേച്ചി എന്നെ കണ്ടിട്ടുള്ളത്? അങ്ങനെയാണോ ചേച്ചിയുടെ മനസ്സിൽ എനിക്കുള്ള സ്ഥാനം എന്ന് ചോദിക്കുക. എടാ എടാ ഓരോ ദിവസവും ഈ കുടുംബം ചുഴിയിലേക്ക് താഴ്ന്നു താഴ്ന്നു പോയിക്കൊണ്ടിരിക്കുക. നീ എങ്കിലും പോയി രക്ഷപ്പെടടാ എന്ന് പറയാ. ഈ ചുഴിൽ വീണ് നീയും കൂടി നശിക്കരുത്. എനിക്കതുകൂടെ എനിക്ക് കാണാൻ വയ്യ. എടാ നിന്നോട് സ്നേഹമുള്ളതുകൊണ്ടാണ് ചേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നത്. എടാ നീ പോയി രക്ഷപ്പെടും മോനെ, നീയും സുഖിനെയും കൃഷ്ണമംഗലത്തേക്ക് പൊക്കോടാ എന്ന് പറഞ്ഞ് ഗോമതി നമ്മുടെ ധർമ്മനെ കെട്ടിപ്പിടിച്ച് കരയുവാണ് കേട്ടോ. ചേച്ചി ചേച്ചി എന്തൊക്കെയായി പറയുന്നത്? ചേച്ചി ഞാൻ കൃഷ്ണമംഗലത്ത് നിന്ന് ഇറങ്ങുമ്പം എൻ്റെ അച്ഛനും അമ്മയും ഏട്ടന്മാരും വലിയ വീടും സമ്പത്തും എല്ലാം ഉപേക്ഷിച്ച് തന്നെ ഞാൻ എൻ്റെ ചേച്ചിയുടെ കൈയും പിടിച്ച് കൂടെ വന്നത്. അത് ചേച്ചിക്ക് ഓർമ്മയില്ലേ? അന്ന് തീരുമാനം എടുത്തതിൻ്റെ പേരിൽ ഒരു നഷ്ടബോധവും അന്നും എനിക്ക് തോന്നിയിട്ടില്ല, ഇന്നും എനിക്ക് തോന്നുന്നില്ല. എന്നെ മരണം വരെ തോന്നുകയുമില്ല. എനിക്ക് എൻ്റെ ചേച്ചി തന്നെ വലുത്. ചേച്ചിയെ കാണാതിരിക്കാൻ പറ്റില്ലാത്തതുകൊണ്ടല്ലേ ഞാൻ ചേച്ചിയുടെ കൂടെ തന്നെ നിൽക്കുന്നത്. എൻ്റെ മരണം വരെ ചേച്ചി അളിയനെ വിട്ട് ഞാൻ എങ്ങും പോവില്ല. എന്നെ അടിച്ചിറക്കിയാലും ഞാൻ പോകില്ല. ചേച്ചി ധൈര്യമായിട്ട് ഇരിക്കുക, നമ്മൾ രക്ഷപ്പെടും. ഈ പ്രശ്നങ്ങളൊക്കെ താൽക്കാലികം മാത്രം, എല്ലാം മാറും. ചേച്ചി നോക്കിക്കോ, പഴയതുപോലെ നമ്മുടെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ തിരിച്ചു വരും. എല്ലാം പഴയപടിയാകും. ധർമ്മന പറയുന്നേ. ചേച്ചി ഇങ്ങനെ നിരാശയോടെ മുന്നോട്ട് പോകരുത്. നമ്മുടെ കുടുംബത്തിലെ എല്ലാ ദോഷങ്ങളും മാറും. നമ്മുടെ കുടുംബം പഴയപടി ആകും. ചേച്ചി പ്രതീക്ഷയോടുകൂടി ജീവിക്കുക എന്ന് വീണ്ടും വീണ്ടും പറഞ്ഞു മനസ്സിലാക്കുക. അതേസമയം ഒരു വാഹനം വന്ന് കൃഷ്ണമംഗലത്ത് വീടിൽ നിന്നും ഇച്ചിരി അകലം ആയിട്ട് വണ്ടി കൊണ്ട് നിർത്തുകയാണ് കേട്ടോ. അതെ, അകത്താണെങ്കിൽ അച്യുതൻ അലോകുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. അല്ല, ക്ലയന്റ് എത്താൻ ഇത്രയും താമസിക്കുന്നത് എന്താ? ഏട്ടൻ ഇതുവരെ വിളിച്ചില്ലല്ലോടാ എന്ന് അലോകനോട് ചോദിക്കുക. ഇപ്പൊ വിളിക്കുമായിരിക്കും അച്ഛ എന്ന് അലോക് അപ്പം മറുപടി പറയാൻ കേട്ടോ. കാശൊക്കെ ഒരു പെട്ടിയിലേക്ക് അടുക്കി വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അകത്തേക്ക് കുറച്ച് ഓഫീസേഴ്സ് അകത്തേക്ക് കയറി ചെല്ലാണ് കേട്ടോ. പക്ഷെ അവരെ കാണുമ്പം അച്യുതം കരുതും അവർ പ്രോപ്പർട്ടി മേടിക്കുന്ന ആൾക്കാരായിരിക്കുന്നേ. അപ്പം അവരോട് ചോദിക്കും, മിസ്റ്റർ സക്രേ തോമസ് അല്ലേ? അല്ല, നിങ്ങൾ മില്ലിലേക്ക് ചെല്ലുമെന്നല്ലേ പറഞ്ഞത്? ഇതെന്താ വീട്ടിലേക്ക് വന്നത്? ഞങ്ങളിൽ രണ്ടുപേര് മില്ലിലേക്കും പോയിട്ടുണ്ട്. ഞാൻ മിസ്റ്റർ സക്രേ തന്നെയാ എന്ന് അതിലൊരാൾ പറയൂട്ടോ. ആ, ഇവിടേക്കാണല്ലേ വന്നത്? എന്തായാലും എന്നാൽ കാശ് ഇവിടുന്ന് തന്നെ തരാം. ദേ നോക്കിക്കേ, നിങ്ങൾ പറഞ്ഞ എല്ലാ എമൗണ്ടും ഉണ്ട്. എല്ലാം ബ്ലാക്ക് ആണല്ലോ അല്ലേ എന്ന് ചോദിക്കുക. അതെ, ഇത് മൊത്തം ബ്ലാക്കാ, ബാക്കി പറഞ്ഞതുപോലെ എല്ലാം വൈറ്റും. എന്നാൽ പിന്നെ നമുക്ക് മില്ലിലേക്ക് പോയാലോ? ആരും എവിടെ ഇറങ്ങുന്നില്ല എന്നപ്പം അതിൽ ഓഫീസേഴ്സ് പറയാൻ കേട്ടോ. ഞങ്ങൾ ഇൻകം ടാക്സിൽ നിന്നാ. അച്ഛ എന്താ അച്ഛ ഇവിടെ നടക്കുന്നേ എന്ന് ചോദിക്കാം. അപ്പം ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന അനുവിന് ഒരുപാട് സന്തോഷമാകുക. നിങ്ങളുടെ കള്ളപ്പണം ഇടപാടുകളെ പറ്റി വ്യക്തമായ അറിവ് കിട്ടി. ഈ വീട് മുഴുവൻ സെർച്ച് ചെയ്യണം. അയ്യോ, എന്തൊക്കെയാണ് നിങ്ങൾ ഈ പറയുന്നത് എന്ന് അപ്പം അലോക് ചോദിക്കുക. അയ്യോ സാർ, ഇതൊന്നും കള്ളപ്പണമല്ല, നിങ്ങളെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാ. ഞങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയതാ സാറേ. വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. ഞങ്ങളെ സമൂഹത്തിൽ മാന്യമായിട്ട് ജീവിക്കുന്നവരാ എന്നും പറഞ്ഞ് ആ പെട്ടി അലോക് പിടിക്കുക. അതവിടെ വെക്കാനല്ലേ പറഞ്ഞേ എന്ന് ചോദിക്കുക. അപ്പം ഈ ശബ്ദം കേട്ടുകൊണ്ട് ഇന്ദ്രാമി, നന്ദിനി, രാജശ്രീയൊക്കെ ചെല്ലുകയാണ് കേട്ടോ. അവരോടൊപ്പം അനുവും കൂടെ ചെല്ലുക. പെട്ടെന്ന് എവിടുന്നോ എന്ന പോലെ പറന്ന് സുകന്യയും ചെല്ലുവാണ്. ആരാ ഇതൊക്കെ? എന്താ ഇവിടെ സംഭവിക്കുന്നത് എന്ന് ഇന്ദ്രാമ ചോദിക്കുക. ഞങ്ങൾ ആദായ നികുതി ഓഫീസിൽ നിന്നാമേ, ഞങ്ങൾക്ക് ഈ വീടൊന്ന് സെർച്ച് ചെയ്യണം എന്ന് ഒരു ഓഫീസർ പറയാ. ഇവിടെ കള്ളപ്പണം സൂക്ഷിച്ചിട്ടുണ്ടെന്ന് ഒരു ഇൻഫർമേഷൻ ഞങ്ങൾക്ക് കിട്ടി എന്ന് പറയാം. അത് കേൾക്കുന്ന അനുശ്രീ പറയും, അയ്യോ സാർ, എൻ്റെ അമ്മാവനും ഭർത്താവും ഒക്കെ പാവങ്ങളാ. അവരൊരിക്കലും കള്ളപ്പണം കൈകാര്യം ചെയ്യില്ല. ഈ പെട്ടിയിലുള്ളത് ബ്ലാക്ക് മണി ആണെന്ന് ഇദ്ദേഹം പറയുന്നത് ഞങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് എന്ന് അതിലൊരാൾ പറയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ് കേട്ടോ എല്ലാവരും. ഞാൻ അനന്തേട്ടനെ ഒന്ന് വിളിക്കാം എന്ന് നന്ദിനി പറയാം. ദേ, സെർച്ച് പൂർത്തിയാകുന്നത് വരെ ആരെ വിളിക്കാൻ പാടില്ല എന്ന് അതിലൊരാൾ പറയും. അപ്പം അച്യുതൻ പറയും, സാർ ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ? ഒന്നും പറയണ്ട, ദേ എല്ലാവരുടെയും ഫോൺ ഇവിടെ വെക്കുക എന്ന് പറയാം. അത് കേൾക്കുമ്പം നമ്മുടെ അനുശ്രീ തന്നെ അവരുടെ കയ്യിൽ നിന്ന് ഫോൺ എല്ലാവരുടെയും മേടിച്ചിട്ട് അവിടേക്ക് വെക്കുകയാണ് കേട്ടോ. ഇങ്ങോട്ട് വാ എന്നും പറഞ്ഞ് കൂടെയുള്ളവരെല്ലാവരും കൂടി അകത്തേക്ക് കയറി പോവാ. അലോകും അച്യുതനും എന്ത് ചെയ്യണമെന്നറിയാതെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ് കേട്ടോ. അടുക്കള മുതൽ വർക്ക് ഏരിയ വരെയും അവർ തിരയുന്നുണ്ട് കേട്ടോ. ഒരിടം വെറുതെ വിടുന്നില്ല. സമയം നമ്മുടെ മീനു ആണെങ്കിൽ ദേവമംഗലത്ത് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് കൃഷ്ണമംഗലത്ത് വണ്ടി കിടക്കുന്നതും ശബ്ദവും ഒക്കെ കേൾക്കുന്നത്. അപ്പോൾ എന്താണെന്ന് അറിയാൻ ഇങ്ങനെ ശ്രദ്ധിച്ച് നിൽക്കുക. അവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇതെന്താ, ഏതോ ഓഫീസേഴ്സ് ആണല്ലോ. ഇനി ഇൻകം ടാക്സ് കാര്യമാണോ, വല്ലോ റെയ്ഡും ആണോ, എന്താ അവിടെ സംഭവിക്കുന്നത് എന്നൊക്കെ ചിന്തിച്ച് കൂട്ടുവാണേ. ഇതേ സമയം കൃഷ്ണമംഗലത്ത് നിന്നും എല്ലാ ഫയലുകളും കാശും ഒക്കെ എടുത്തുകൊണ്ട് ഓഫീസേഴ്സ് പുറത്തേക്ക് വരിക. ഇത് കാണുന്ന അച്യുതനും അലോകും നെഞ്ചത്ത് കൈവച്ച് നിൽക്കുക. അയ്യോ സാർ, ഇതൊന്നും കൊണ്ടുപോകരുത് സാർ, ഞങ്ങൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ട്
ഉണ്ടാക്കിയിരിക്കുന്ന പൈസ ഇതൊക്കെ, ദയവ് ചെയ്ത് ഇതൊന്നും എടുക്കരുത് എന്ന് പറയാം. ഞങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ കറക്റ്റ് ആയിരുന്നു, ഞങ്ങൾ സംശയിച്ച ഇങ്ങോട്ട് വന്നത്. പക്ഷെ ഇവിടുന്ന് കിട്ടിയ കാര്യങ്ങളെല്ലാം അനധികൃതമായിട്ട് കയ്യേറി വെച്ചിരിക്കുന്ന പലതിൻ്റെയും എവിഡൻസാ. ഇത് ഞങ്ങൾ കൊണ്ടുപോകുക. ഇത് കേൾക്കുന്ന അലോക് പറയും, സാർ 10 ലക്ഷം രൂപ കൈക്കൂലി തരാം സാർ, ദയവ് ചെയ്ത് ഞങ്ങളെ പെടുത്തരുത്. ഞങ്ങൾ സമൂഹത്തിൽ മാന്യമാരായിട്ട് ജീവിക്കുന്നവരാ. സമൂഹത്തിൽ മാന്യമാര് പോലും ഈ ബ്ലാക്ക് മണിയും കയ്യിൽ വെച്ചുകൊണ്ട് അഭിമാനത്തെ പറ്റി നിങ്ങൾ എന്നോട് പറയരുത് എന്ന് അതിലൊരു ഓഫീസർ പറയാൻ കേട്ടോ. ഇപ്പം കൈക്കൂലി മേടിക്കാൻ കൂടി എന്നെ പ്രേരിപ്പിച്ചു. സർക്കാർ ഉദ്യോഗസ്ഥരെ കൈക്കൂലി മേടിക്കാൻ പ്രേരിപ്പിക്കുന്നത് എത്ര വലിയ കുറ്റമാണെന്ന് തനിക്ക് അറിയാവോടോ? അതോട് ചേർത്ത് ഞാൻ ഇനി നിങ്ങളുടെ മേലെ ചാർജ് ചെയ്യുള്ളൂ എന്ന് പറയാം. സാർ പ്ലീസ് സാർ, 10 ലക്ഷം അല്ല, വേണമെങ്കിൽ ഞങ്ങൾ 50 ലക്ഷം വേണമെങ്കിലും കൈക്കൂലിയായിട്ട് തരാം. തന്നോടല്ലേടോ പറഞ്ഞത് കൈക്കൂലി ഒന്നും ഞാൻ മേടിക്കത്തില്ലെന്ന്. ദേ, താൻ എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥരെയും ഒരേ കണ്ണിലൂടെ കാണരുത്. സത്യസന്ധരായി ജോലി ചെയ്യുന്നവരും ഈ നാട്ടിലുണ്ട്. ഇനി എന്താണെന്ന് വെച്ചാൽ ഫർദർ നടപടികളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും എന്നും പറഞ്ഞ് എല്ലാം എടുത്തുകൊണ്ട് അവർ പോവാണ് കേട്ടോ. അച്യുതനും അലോകും പിന്നാലെ ചെല്ലുന്നുണ്ട്. ഈശ്വര, എന്തൊക്കെയായി നടക്കുന്നത് എന്നും പറഞ്ഞ് അച്യുതൻ അവിടെ ഇരുന്ന് പോവാണ്. നമ്മുടെ എല്ലാം പോയടാ എന്നും പറഞ്ഞ് അലോകിനോട് പറയാം. അലോകിനും എന്താ സംഭവിച്ചിരിക്കുന്നതെന്ന് അറിയില്ല. ആരാച്ചാ നമ്മളെ ഒറ്റിക്കൊടുത്തത്, എന്താ ഇവിടെ സംഭവിക്കുന്നത് എന്നും പറഞ്ഞ് അലോക് നിൽക്കുക. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് വഴി എന്നെ അറിയിക്കാനും മറക്കരുത്.